ആലുവ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് ഒരു 4 ബെഡ്റൂം വീട്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് വീട് വരുന്നത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. കിണർ വെള്ളം അവൈലബിൾ ആണ്. താഴത്തെ നിലയിലാണ് 2 ബെഡ്റൂം മുകളിലത്തെ നിലയിൽ. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടിനെ കുറിച്ചാണ്. ഈ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ബാൽക്കണി വരുന്നുണ്ട്. അവിടെ നമുക്ക് പ്ലെയിൻ ഗ്ലാസ് ഒക്കെ ആയിട്ടുള്ള പാരപ്പറ്റ് നൽകിയിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ വർക്കും വരുന്നുണ്ട്. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് പെയിൻറ്റിങ് തീം യൂസ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായി വരുന്നത് ഈ കാണുന്ന റോഡാണ്. ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡ്. മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മതിൽ നൽകിയിട്ടുണ്ട്. ടെക്സ്ചർ വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആ ഗ്രീൻ പാറ്റേൺ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. വീടിൻ്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീണ്ടും വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. സ്ലൈഡിങ് ഗേറ്റാണ്. സ്ക്വയർ ട്യൂബിലാണ് ഗേറ്റ് വരുന്നത്. ഈ ഭാഗത്തേക്ക് ഒരു ഫോൾഡിംഗ് ആയിട്ടുള്ള ഗേറ്റും നൽകിയിട്ടുണ്ട്. മുറ്റം വിശാലമായിട്ടുള്ള മുറ്റമാണ് നൽകിയിരിക്കുന്നത്. പേവിങ് ടൈൽസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസ് കൊടുക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് കിണർ വരുന്നത്. നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കിണറിലെ വെള്ളം നമുക്ക് കുടിവെള്ളത്തിനായിട്ടും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് വരുമ്പോൾ 2 സ്റ്റെപ്പുകൾ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. അവിടെ വുഡൻ ഫിനിഷുള്ള പെയിൻറ്റും നൽകിയിരിക്കുന്നു. ഈ സിറ്റ് ഔട്ടിൻ്റെ ഈ ഭാഗത്ത് ഒരു 3 പാളി ഫ്രഞ്ച് വിൻഡോയും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ വരുന്നത് ഇവിടെയാണ്. 2 പാളികളുള്ള മനോഹരമായിട്ടുള്ള മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ. ഇവിടെ കട്ടിലകളെല്ലാം പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരികയാണെങ്കിൽ ലിവിങ് സ്പേസ് ആണ്. നല്ല വലിപ്പമുള്ള ലിവിങ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വശത്തും ജനലുകൾ കാണാം. ഈ ഭിത്തിയിലാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു വാൾ പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്ത് TV വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. താഴെയെല്ലാം സ്റ്റോറേജ് സ്പേസുകളും. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഈ ആർക്കി ഡ്രൈവ് ഇങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ഒരു 10 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഈസി ആയിട്ട് ഇടാവുന്ന രീതിയിലുള്ള ഡൈനിങ് സ്പേസ്. അതുപോലെ തന്നെ മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വുഡൻ ഡിസൈനാണ് സെൻറ്റർ ഭാഗത്ത് ഒരുക്കിയിരിക്കുന്നത്. ഒരു ഫാനും ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. ഇതാണ് സ്റ്റെയർ. വുഡൻ ഡിസൈനുള്ള ടൈലുകളാണ് സ്റ്റെപ്പുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്റ്റെപ്പിന് അടിയിലായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആണ്. അവിടെ നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാഷ് കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് ആണ്. ഇവിടെ ഒരു മിറർ സിമ്പിളായിട്ടുള്ളത് നൽകിയിട്ടുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള വാഷ് ബേസിൻ, വാനിറ്റി കൗണ്ടർ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കിച്ചണാണ്. കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റിലാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഹാങ്ങിങ് യൂണിറ്റും ഇവിടെ ക്യൂരിയോസ് വെക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചണിന് കൂടെ തന്നെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് വരുന്നത്. ഇവിടെ ഒരു ഹാൻഡ് മെയ്ഡ് സിങ്ക് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഒരു 3 പാളി കിച്ചൺ വിൻഡോ, ഇവിടെ മിക്സർ ഗ്രൈൻഡറൊക്കെ വയ്ക്കാനുള്ള സ്പേസാണ്. എൽ ഷേപ്പിലാണ് ഇവിടുത്തെ കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിലും താഴെയുമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് കബോർഡ് വർക്കുകളും കാണാവുന്നതാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. നമ്മുടെ ഈ ബെഡ്റൂമുകൾ വരുന്നത് ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ കാണാം. ഈ വാഷ് കൗണ്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അവിടെ സാധനങ്ങളൊക്കെ വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ബെഡ്റൂം നോക്കാം. ഒരേ സ്പേസും ഒരേ ഡിസൈനും തന്നെയാണ് ബെഡ്റൂമുകൾക്ക് വരുന്നത്. വിശാലമായിട്ടുള്ള 2 ബെഡ്റൂമുകൾ. ഓരോ പാളികളിൽ 2 ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളിയുള്ള ജനലാണ് വരുന്നത്. വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. 2 വലിയ ഡോറുകളൊക്കെ കൊടുത്തിട്ട് വലിയ വിശാലമായിട്ടുള്ള ഒരു വാർഡ്രോബ്. മൾട്ടിവുഡിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെ ഇവിടെ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. FRP ഡോറുകളാണ് ബാത്റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത. കയറി വരുമ്പോൾ ഈ ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സെൻട്രൽ ഭാഗത്തൊരു ഗ്രീൻ ഷെയ്ഡൊക്കെ വരുന്ന രീതിയിൽ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷ് ബേസിൻ, ഇവിടെ ഷവർ ഈ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം. അവിടെ സാധനങ്ങളൊക്കെ വച്ചിരിക്കുകയാണ്.
ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത്. സ്റ്റെപ്പ് വരുന്നത് ഈ ഡൈനിങ് സ്പേസിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റെപ്പുകളിൽ വുഡൻ ഡിസൈനുള്ള ടൈലാണ്. ഹാൻഡ് റെയിൽ സ്റ്റീലല്ല MS-ലാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് പോകും. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇതാണ് അപ്പർ ലിവിങ് സ്പേസ്. ഒരുപാട് സ്പേസ് ഉള്ള ഒരു ഏരിയയാണ്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ 2 സൈഡിലായിട്ട് നോക്കിയാൽ അറിയാം 2 ബെഡ്റൂമുകളാണ്. ആദ്യം ഈ ബെഡ്റൂം നോക്കാം. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം. ഇതാണ് ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ സ്പേസ് വരുന്നത് ഇവിടെയാണ്. 3 പാളികളുള്ള വാർഡ്രോബാണ്. സെൻട്രൽ ഭാഗത്ത് ഇവിടെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുകയാണ്. അതാണ് ഒഴിച്ച് ഇട്ടിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഇവിടെയും കാണാം. ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ്. ഒരു ലീഫിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് ഹൈലൈറ്ററായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം വൈറ്റ് കാർ തീമിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലോസറ്റ്, സെൻട്രൽ ഭാഗത്ത് ഷവർ, ഇവിടെ വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് അറ്റാച്ച്ഡ് നമ്മുടെ ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബാൽക്കണി. ഒരു ബാൽക്കണിയാണ് ഈ ബെഡ്റൂമിനുള്ളത്. അത് ഇവിടെയാണ് വരുന്നത്. വലിയ ബാൽക്കണി എന്നൊന്നും പറയാൻ പറ്റില്ല. ചെറിയൊരു ബാൽക്കണി മാത്രമാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ പാറ്റേൺ കാണാം. ഹാൻഡ് റെയിൽ വരുന്നത് MS-ഉം ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്, മുകളിലത്തെ നിലയാണ് നമ്മൾ പോകുന്നത്. ആ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് ആ ബെഡ്റൂം. സെയിം ഡോറുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമില്ല. ഇവിടെ ഓരോ പാളികളിലെ 2 ജനൽ വരുന്നുണ്ട്. എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ജനലുകളാണിത്. ഇവിടെ ഒരു 3 പാളി ജനൽ ഫോൾ സീലിംഗ് വർക്കും ചെറിയ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂമിൻ്റെ ഡിസൈൻ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ ബാത്റൂമിൻ്റെ ഡിസൈൻ പാറ്റേൺ തന്നെയാണ്. അതുകൊണ്ട് അത് കൂടുതൽ പറയുന്നില്ല. ഇനി യൂട്ടിലിറ്റി സ്പേസ് ആണുള്ളത്. അത് വരുന്നത് ഇവിടെയാണ്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ലെഫ്റ്റിലേക്ക് കഴിഞ്ഞാൽ യൂട്ടിലിറ്റി സ്പേസായി. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ. ഇത് ഫുള്ളി കവേർഡ് ചെയ്താൽ നല്ല ഒരു സ്പേസ് ഇവിടെ നമുക്ക് കിട്ടും. നല്ല വെയിലാണ്, അതുകൊണ്ട് നമ്മളപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഒരു ചെസ് ബോർഡിൻ്റെ ഡിസൈൻ പാറ്റേണിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വില വരുന്നത് 20 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.